ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. നമസ്കാരം. അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷ്ണു സഹസ്രനാമം ആണല്ലോ നമ്മൾ അതിലത്തെ നാമങ്ങളുടെ അർത്ഥമൊക്കെ നോക്കുന്നു. ഇന്ന് നമ്മൾ നോക്കുന്ന ഭാഗം എന്ന് പറയുന്ന 641 മുതൽ 650 വരെയുള്ള നാമങ്ങൾ, അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ നാമ ജപ സംസ്കാരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനെ നല്ല ഒരു അവസ്ഥയിൽ നിർത്തുമെന്നുള്ളത് അതൊരു സംശയമില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ നേരിടുന്ന എന്താ പറയുക, പല ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമാണ്. അതുപോലെ തന്നെ നമ്മൾ എടുത്ത മുൻ ജന്മങ്ങളിലെ പാപവാസനകളെ ക്ഷയിപ്പിക്കാൻ പോലും ഈ ഒരു നാമജപ സാധനയ്ക്ക് കഴിയും എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജീവിതത്തിൽ ഒരാളുടെ ജീവിതത്തിൽ നേടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ ഭഗവാനെ അറിയുക എന്നുള്ളതായിരിക്കെ ആ ഭഗവാനിലേക്ക് എത്താനുള്ള ഒരുപാട് കുറേ പടികളുണ്ടല്ലോ. പ്രധാനമായിട്ട് ഭക്തിയുടെ 9 പടികളെക്കുറിച്ച് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ശ്രവണവും കീർത്തനവും സ്മരണവും, അതുപോലെ ഭഗവാന്റെ പാദസേവനവും, പിന്നെ അതുപോലെ അർച്ചിക്കുക, അർച്ചനം, വന്ദനം, ദാസ്യം, വന്ദിക്കുക, അർച്ചിക്കുക, ഒരു ദാസനെ പോലെ ഭഗവാനെ സേവിക്കുക. അതുപോലെ സഖ്യം, ഭഗവാനുമായിട്ട് സഖ്യം, ഒരു സഖാവിനെ പോലെ, ഒരു ഫ്രണ്ടിനെ പോലെ. അതുപോലെ ആത്മനിവേദനം, അതുപോലെ തന്നെ ഭഗവാനോട് നമ്മുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളോട് ഷെയർ ചെയ്യുന്ന പോലെ ഷെയർ ചെയ്യാനും കഴിയും. അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് ആ ഭക്തിയുടെ 9 പടികൾ അത് ശരിയായിട്ടുള്ള രീതിയിൽ ആവുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒരുപാട് ഭഗവത് ഭക്തരുണ്ടല്ലോ, പ്രഹ്ലാദൻ, ധ്രുവൻ തുടങ്ങിയ ഭഗവത് ഭക്തർ എല്ലാം തന്നെ ഈ ഒരു രീതിയിലാണ് ഭഗവാനെ നേടിയത്, അല്ലെങ്കിൽ ഭഗവാനിൽ എത്തിയത്. അപ്പം നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ, നമ്മുടെ ഈ ഒരു കലികാലത്തെ ഒരുപാട് കലിദോഷങ്ങളിലാണല്ലോ നമ്മളെല്ലാം ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കലിദോഷങ്ങളിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് സുഖസൗകര്യങ്ങളുണ്ടാവും, പക്ഷേ അതിനനുസരിച്ചിട്ട് മനുഷ്യൻ്റെ ആരോഗ്യം മോശമായിരിക്കും. അതുപോലെ മാനസിക സംഘർഷങ്ങൾ കൂടുതലായിരിക്കും. മാനസിക സംഘർഷങ്ങളെ നേരിടാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഈ നാമജപ സംസ്കാരം. അപ്പോൾ അത് പക്ഷേ നമ്മളൊരു കൺസിസ്റ്റൻസി ഇല്ല എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഒരു ദിവസം നാമം ജപിക്കുന്നു, പിന്നെ ചിലപ്പോൾ ജപിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഓരോ ദിവസം ഓരോ സമയത്ത്, അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് നിലനിർത്താൻ പറ്റില്ല. എന്നും ഒരേ സമയത്ത്, അല്ലെങ്കിൽ കുറേയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ അതിൽ നിന്ന് മാറാം, ഒരേ സമയത്ത് നാമം ജപിക്കുകയാണെങ്കിൽ അതിനും കുറച്ച് ശ്രേഷ്ഠത കൂടുതലാണ്. പിന്നെ സാത്വികമൂർത്തിയായിട്ടുള്ള വിഷ്ണു ഭഗവാനാണ് നമുക്ക് മോക്ഷം തരുന്നത്. അപ്പോൾ മോക്ഷത്തിന് ആശ്രയിക്കേണ്ട മൂർത്തി വിഷ്ണു ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് വിഷ്ണു സഹസ്രനാമത്തിന് മറ്റ് സഹസ്രനാമങ്ങളെക്കാൾ ഒരുപാട് പ്രാധാന്യം കൂടുതലാണ്. അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന മോക്ഷമാണല്ലോ. മോക്ഷം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങൾ, അതിൽ നിന്നുള്ള നമുക്കുള്ള ഒരു മോചനം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു ദുഃഖങ്ങളൊന്നും ഇല്ലാതെ ഒരു സന്തോഷമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നമുക്കിരിക്കാൻ കഴിയുന്നത്, അതാണ് എല്ലാവരുടെയും ആഗ്രഹം. ആ ഒരു ആഗ്രഹം നേടാൻ വിഷ്ണു സഹസ്രനാമം തീർച്ചയായിട്ടും അതൊരുപാട് നല്ല ഗുണങ്ങൾ നൽകുന്നു. എല്ലാ വിധത്തിലുള്ള അവിദ്യയെ നശിപ്പിക്കുന്നു. അപ്പോൾ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വില്ലൻ ആരാണെന്ന് ചോദിച്ചാൽ അജ്ഞാനം, അല്ലെങ്കിൽ അവിദ്യയാണ്. അവിദ്യയാകുന്ന ആ ഗ്രന്ഥിയെ ഛേദിക്കണം എന്ന് പറയും. അതുപോലെ തന്നെ അങ്ങനെ ഛേദിക്കുമ്പോൾ അവിടെ നാച്ചുറലി അവിടെ സന്തോഷവും സുഖമൊക്കെ ഉണ്ടാവും. പിന്നെ മാത്രമല്ല, എല്ലാ ഐശ്വര്യങ്ങളും, സർവ്വ ഐശ്വര്യങ്ങളും, ഐശ്വര്യങ്ങളും നൽകുന്നു ഭഗവത് നാമം കീർത്തിക്കുമ്പോൾ. അതുപോലെ തന്നെ എല്ലാ ക്ലേശത്തിൽ നിന്നും നമുക്ക്
ഒരു രക്ഷയും ആണ്. ഇതൊരു രക്ഷാ കവചമാണ്, ഒരു സുരക്ഷാ കവചമായിട്ട്, നാരായണ കവചമായിട്ട് പോലും ഈ നാമസങ്കീർത്തനം, വിഷ്ണു സഹസ്രനാമം ഒരു നാരായണ കവചമായിട്ട് പ്രവർത്തിക്കുകയും എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്ന അറിവോടുകൂടി വേണം നമുക്ക് ഈ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ. അങ്ങനെ ഇന്ന് നമ്മൾ നോക്കുന്ന ഭാഗം 641 മുതൽ 650 വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതുപോലെ തന്നെ ഒരുപാട് ശ്രേഷ്ഠതയുള്ള നാമങ്ങൾ തന്നെയാണ് ഈ ഒരു ദിവസവും നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഗുരുഭ്യോ നമ. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. യസ്യ സ്മരണമാത്രേണ ജന്മസംസാര ബന്ധനാത് വിമുച്യതേ. നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഇന്ന് നോക്കുന്ന ഭാഗം 641 മുതൽ 650 വരെയാണ്. യോഗയുക്തോ വിശുദ്ധാത്മാ പ്രദ്യുമ്നോ അമിത വിക്രമ കാലനേമിനിഹ വീര ശൗരീശ്വരജനേശ്വര ത്രിലോകാത്മാ ത്രിലോകേശ കേശവകേശികാഹരി കാമദേവ കാമപാലക് കാമീകാന്തകൃതാഗമ അനിർദ്ദേശവപുർവിഷ്ണു വീരോ അനന്തോ ധനഞ്ജയ. ആ ഒരു ഭാഗത്ത് വരുന്ന, അതിൻ്റെ ഇടയിൽ വേറൊരു നാമം ഞാൻ അറിയാതെ പറഞ്ഞു, സോറി. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് പ്രദ്യുമ്നോ അമിത വിക്രമ കാലനേമിനിഹ വീര ശൗരീശ്വരജനേശ്വര ത്രിലോകാത്മാ ത്രിലോകേശ കേശവകേശികാഹരി കാമദേവ കാമപാലക് കാമീകാന്തകൃതാഗമ. അതുവരെ അതിനിടയിൽ, ആ ശ്ലോകങ്ങളുടെ ഇടയിൽ വരുന്ന നാമമാണ് 641 മുതൽ 650 വരെയുള്ള നാമം. അപ്പം 641 അമിത വിക്രമം, അമിതമായ, അതായത് ഒരുപാട് വിക്രമത്തോടു കൂടിയവൻ, ബലവീര്യങ്ങളോട് കൂടിയ ഭഗവാൻ എന്നാണ്. അപ്പോൾ ഭഗവാന്റെ പാദങ്ങളുടെ ശക്തി പോലും നമ്മൾ മഹാബലിയുടെ ആ കഥയായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം. 3 പാദങ്ങൾ കൊണ്ട് തന്നെ 3 ലോകങ്ങളും അളന്നു എന്നൊക്കെ പറയുമ്പോൾ ആ പാദത്തിൻ്റെ ആ വയ്ക്കലിൻ്റെ ആ ബലം നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ഭഗവാൻ അമിത വിക്രമനാണ്. അതുകൊണ്ടാണ് ത്രിവിക്രമൻ എന്നൊക്കെ ഉള്ള പേര് ഭഗവാന്. അതായത് മഹാബലിക്ക് മഹാബലിയുടെ ആ ഒരു കഥയായിട്ട് ബന്ധപ്പെട്ട് വാമന അവതാരത്തിൽ വരുന്നതാണ് ആ ത്രിവിക്രമൻ എന്നുള്ള ആ ഒരു നാമം ഒക്കെ. അപ്പോൾ ഇവിടെ അമിത വിക്രമ, അതായത് ബലവീര്യങ്ങൾ എന്ന് പറയുന്നത് പാദം വയ്ക്കൽ എന്നും അർത്ഥമുണ്ട്. വിക്രമം എന്ന് പറയുമ്പോൾ ബലവീര്യ വേഗങ്ങൾ എന്ന അർത്ഥമുണ്ട്, പാദം വയ്ക്കൽ എന്നും അർത്ഥമുണ്ട്. അങ്ങനെ അമിത വിക്രമ എന്ന് പറയുമ്പോൾ വളരെയധികം അപരിമിതമായ, അത് പരിമിതമല്ല, അപരിമിതമായ വിക്രമത്തോടു കൂടിയ ഭഗവാൻ, ബലവീര്യ വേഗങ്ങളോട് കൂടിയ ഭഗവാൻ. അതുകൊണ്ടാണല്ലോ 3 പദം കൊണ്ട് എല്ലാ ലോകങ്ങളും അളന്നെടുത്തത്. ഇനി 642 കാലനേമി നിഹ. കാലനേമി എന്ന അസുരനെ, നിഹ എന്ന് പറയുമ്പോൾ വധിച്ചാൽ, കാലനേമി എന്ന അസുരനെ വധിച്ചാൽ, നിഹ വധിക്കുക, അങ്ങനെ കാലനേമിയെ വധിച്ച ഭഗവാൻ. അപ്പോൾ കാലചക്രത്തിൻ്റെ ഗതിയെ തടയുന്നു എന്നും അർത്ഥമുണ്ട്. നേമി എന്നാൽ ചക്രം എന്നാണ് അർത്ഥം. അപ്പോൾ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭഗവാൻ അർജുനന് ഉപദേശം കൊടുക്കുമ്പോൾ ആ ഒരു കുരുക്ഷേത്ര ഒരു യുദ്ധത്തിൻ്റെ സമയത്ത് ഒരു സെക്കൻഡ് പോലും നമ്മുടെ ശ്രദ്ധ മാറാൻ പാടില്ല. ആ ഒരു സെക്കൻഡിൽ ആ ഒരു ആൾക്ക് എതിരാളിയുടെ ആക്രമണം ഉണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്ത് പോലും യോഗേശ്വരനായ കൃഷ്ണൻ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ ഒരു മുഴുവൻ സേനകളും ഭഗവാന്റെ ആ ഒരു ഉപദേശ സമയത്ത് നിശ്ചലമായി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാലത്തിനെ പോലും ഭഗവാനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഒരു
ഭഗവാൻ ഗീത ഉപദേശിക്കുന്ന സമയം മുഴുവൻ രണ്ട് സേനകളും നിശ്ചലമായി നോക്കി നിന്നു. അതെങ്ങനെയെന്നൊക്കെ സംശയം നമുക്ക് തോന്നാം. അതൊക്കെ ഭഗവാന്റെ ആ കാലശക്തിയെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവിനെ കാണിക്കുന്നു. അതാണ് കാലനേമി നിഹ. കാലനേമി എന്ന അസുരനെ വധിച്ചവൻ, ചക്രത്തിൻ്റെ ഗതിയെ തടയുന്നവൻ എന്നും പറയാം. ഇനി അതായത് കാലനേമി എന്ന് പറയുമ്പോൾ ചക്രം എന്നുമുണ്ട്. അങ്ങനെ ഒരു അർത്ഥം എടുക്കുകയാണെങ്കിൽ കാലചക്രത്തിൻ്റെ അതിനെ തടയുന്നവൻ, നിഹ തടയുന്നു. അങ്ങനെയാണെങ്കിൽ കാലചക്രത്തിൻ്റെ ഗതിയെ തടയുന്നവൻ. അത് നമുക്ക് ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ ആ ഒരു സന്ദർഭം നോക്കുമ്പോഴും മനസ്സിലാവും. ഇനി 643 നാമം വീരഹ. ആയുധപ്രയോഗത്തിൽ സാമർഥ്യമുള്ള ഭഗവാൻ, അസാമാന്യ വീര്യമുള്ള ഭഗവാൻ എന്ന്. അതാണ് വീരൻ തന്നെയാണ്. ഭഗവാന്റെ വീര്യങ്ങളെ നമുക്ക് അളക്കാൻ പോലും കഴിയില്ല, നമുക്ക് അത് മനസ്സിലാക്കാൻ പോലും അത്രയും ബുദ്ധിമുട്ടാണ്. ഇനി പറയും, ഈ ഒരാൾക്ക് ഭൂമിയിലുള്ള മണൽത്തരിയെ എണ്ണിത്തിട്ടപ്പെടുത്താം, എന്നാൽ ഭഗവാന്റെ വീര്യങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയാറുണ്ട്. നമ്മുടെ ഭാഗവതം പോലുള്ള ശാസ്ത്രങ്ങളൊക്കെ പറയുന്നു. 644 ശൗരിഹി. ശൗരി ശൂരസേന വംശത്തിൽ ജനിച്ചവൻ. അതായത് ഭഗവാൻ കൃഷ്ണൻ്റെ അച്ഛൻ വസുദേവരാണ്. വസുദേവരുടെ അച്ഛനായിട്ട് ശൂരസേനൻ. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ പിതാവ് വസുദേവരുടെ പിതാവാണ് ശൂരസേനൻ. അതുകൊണ്ട് ആ ശൂരസേന വംശത്തിൽ ജനിച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ ശൗരി. ഇനി 645 ശൂരജനേശ്വര. ശൗര്യത്തിൻ്റെ ആധിക്യം കൊണ്ട് ഈ ഇന്ദ്രനെ പോലും ശാസിക്കുന്നവനാണ് ഭഗവാൻ മറ്റ് അസുരവീരന്മാരെയും. അപ്പോൾ ഭഗവാൻ ഒരുപാട് അസുരന്മാരുമായിട്ട് യുദ്ധം ചെയ്തതും ഒക്കെ നമുക്കറിയാം. അപ്പോൾ ആ ശൗര്യം കൂടുതലാണ് ഭഗവാന്. ആ ശൗര്യത്താൽ ഇന്ദ്രൻ പോലുള്ള ദേവന്മാരെയും അതുപോലെ അസുരവീരന്മാരെയും ഒക്കെ ശാസിക്കുന്നവൻ എന്നർത്ഥം. ഇനി 646 ത്രിലോകാത്മാ. 3 ലോകങ്ങളുടെയും ആത്മാവ് ഭഗവാനാണ്. 3 ലോകങ്ങൾ എന്ന് പറയുമ്പോൾ 14 ലോകങ്ങളും എന്ന് പറയാം. അപ്പോൾ ഈ 14 ലോകങ്ങളും ഭഗവാനിൽ നിന്ന് ഭിന്നമല്ല. ഈ ലോകങ്ങൾ തന്നെ ഭഗവാനാണ്. അതാണ് ത്രിലോകങ്ങളുടെ ആത്മാവാണ് ഭഗവാൻ. 3 ലോകങ്ങളും ഭഗവാനാണ്, അല്ലെങ്കിൽ ഈ 14 ലോകങ്ങളും ഭഗവാനാണ് എന്ന് പറയുന്നു. ഇനി 647 ത്രിലോകേശ. 3 ലോകങ്ങൾക്കും ഈശൻ. ത്രിലോക ഈശ, അതാണ് ത്രിലോകേശ. 3 ലോകങ്ങൾക്കും ഈശ്വരൻ അല്ലെങ്കിൽ ഈശ്വരൻ. ഈശൻ ഈശ്വരൻ. 3 ലോകങ്ങളെയും ഭരിക്കുന്നവൻ, സർവ്വലോകങ്ങളെയും ഭരിക്കുന്നവൻ, നിയന്ത്രിക്കുന്നവൻ എന്നൊക്കെ നമ്മൾ ഒരുപാട് നാമങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ചാപ്റ്റർ 5 ഭഗവത്ഗീതയിൽ അവസാനത്തെ ശ്ലോകം 29ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഭോക്താരം യജ്ഞ തപസാം സർവ്വലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാം മാം ശാന്തി മൃച്ഛതി എന്ന്. അതായത് എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവായിട്ടും തപസ്സുകളുടെയും ഒക്കെ ഭോക്താവായിട്ടും ഒക്കെ ഇരിക്കുന്ന, സർവ്വലോകങ്ങളുടെയും മഹേശ്വരനുമായിട്ടും സുഹൃത്തായിട്ടും, എല്ലാവർക്കും സുഹൃത്തായിട്ടും സർവ്വഭൂതങ്ങളുടെയും സുഹൃത്തായിട്ടും ഒക്കെ ഇരിക്കുന്ന എന്നെ അറിയുമ്പോൾ എന്താണ് സംഭവിക്കുക? അവിടെ ശാന്തി തന്നെ, പരമമായ ശാന്തി തന്നെ നേടുന്നു. ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി എന്ന് പറയുന്നുണ്ട്. അപ്പം എപ്പോഴാണോ ശരിയായിട്ട് ഭഗവാനെ അറിയാൻ തുടങ്ങുന്നത് അപ്പോഴാണ് പരമമായിട്ടുള്ള ശാന്തി നമ്മൾ നേടുന്നത്, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്നത്. ഇനി 648ാമത്തെ നാമം കേശവ. സൂര്യചന്ദ്ര നക്ഷത്ര എല്ലാ ജ്യോതിർഗോളങ്ങളുടെയും അന്തർഭാഗത്തുള്ള കിരണങ്ങളാണ് കേശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ തേജരശ്മികളുണ്ടല്ലോ, ആ തേജരശ്മികൾ തന്നെ കേശങ്ങളാണ്. അപ്പോൾ എല്ലാ ജ്യോതിർഗോളങ്ങളെയും, സൂര്യനും ചന്ദ്രനും തുടങ്ങിയ നക്ഷത്രങ്ങൾ എല്ലാത്തിൻ്റെയും തേജസ് അതിനെയാണ് കേശങ്ങൾ എന്ന് പറയുന്നത്. ആ തേജോരശ്മികളോട് കൂടിയ ഭഗവാൻ, അതാണ് കേശവൻ എന്ന് പറയുന്നത്. ഇനി ഈ കേശവ എന്നുള്ളതിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ ക പ്ലസ് ആ പ്ലസ് ഈശ എന്ന് പറയാം. ക എന്ന് പറയുമ്പോൾ ബ്രഹ്മാവ്, ആ എന്ന് പറയുമ്പോൾ വിഷ്ണു. കഹ ബ്രഹ്മാവ്, അഹ വിഷ്ണു,
ഈശഃ മഹേശ്വരൻ. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ത്രിമൂർത്തികളെ കാണിക്കുന്നു. അപ്പോൾ ഭഗവാൻ ത്രിമൂർത്തികളുടെയും ഉപരിയായ ആദിനാരായണനാണ് ഭഗവാൻ മഹാവിഷ്ണു എന്നുള്ള ഒരു അർത്ഥമാണ് ഉള്ളത്. ഇനി 649 നാമം കേശിഹ. കേശി പ്ലസ് ഹനിക്കുന്നവൻ അല്ലെങ്കിൽ ഇല്ലാതെയാക്കുന്നവൻ, വധിക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേശിഹ എന്ന് പറയുമ്പോൾ കേശി എന്ന അസുരനെ ഹനിച്ച അല്ലെങ്കിൽ ഇല്ലാതെയാക്കിയ അല്ലെങ്കിൽ വധിച്ച. ശ്രീകൃഷ്ണ അവതാരത്തിൽ കംസൻ്റെ ഭൃത്യനായി കുതിരയുടെ രൂപം ധരിച്ച് ശ്രീകൃഷ്ണനെ വധിക്കാനായി വന്ന അസുരനെ ഭഗവാൻ വധിച്ചു എന്ന് പറയുന്നുണ്ട്. അതാണ് കേശി എന്ന അസുരനെ വധിച്ചതുകൊണ്ട് കേശിഹ. ഇനി 650 ഹരി സംസാര ബന്ധങ്ങളിലെ എല്ലാ ബന്ധങ്ങളെയും അത് ആ ബന്ധങ്ങളിലൂടെയുള്ള പാപവാസനകളെയും അതുപോലെ ദുഃഖങ്ങളെയും ഒക്കെ ഹരിക്കുക, ഇല്ലാതെയാക്കുക. അപ്പോൾ ഭഗവാൻ എല്ലാ ദുഃഖങ്ങളെയും ഹരിക്കുന്നു, എല്ലാ പാപവാസനകളെയും ഹരിക്കുന്നു, അവിദ്യയെ ഹരിക്കുന്നു എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് എല്ലാ സർവശ്രേഷ്ഠരായിട്ടുള്ള ഋഷീശ്വരന്മാർ പോലും സദാ ശ്രീഹരിയെ സദാ സ്മരിക്കുന്നു. സനകാദി യോഗീശ്വരന്മാർ ഹരിശരണം എന്ന് ഉച്ചരിക്കുന്നു. സനകാദി മുനികൾ, സനകൻ, സനന്ദൻ, സനാതനൻ, അങ്ങനെ ആ മുനികൾ പോലും സദാ അവർ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരാണ്. അവർ പോലും സദാ ഹരിനാമം, ഹരിശരണം എന്ന് ഉച്ചരിച്ചുകൊണ്ടാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ സഞ്ചരിക്കുമ്പോൾ കാലം അവരെ ബാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്രകാരം ഹരിനാമത്തിൻ്റെ ആ ഒരു ശ്രേഷ്ഠതയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹരിനാമം എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളെയും ഇല്ലാതെയാക്കുന്നു എന്നും ആ ഒരു ഹരിനാമത്തിൻ്റെ ജപം, ഒരു ജപസാധന ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നും അത് മോക്ഷം നേടിത്തരുന്നു എന്നും എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോക്ഷം നേടിത്തരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. നമ്മൾ നോക്കിയത് 641 മുതൽ 650 വരെയുള്ള നാമമാണ്. കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.